ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കലങ്കരും ആയിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നാം ഓരോരുത്തരും നമ്മുടെ കുടുംബം സന്തോഷത്താലും സ്നേഹത്താലും ദൈവാനുഗ്രഹത്താലുമൊക്കെ നിറയണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ കുടുംബജീവിതങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിറയുവാനും എന്നും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവുമൊക്കെ നിറഞ്ഞു നിൽക്കുവാനും കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അനേകായിരങ്ങളിൽ നിന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മേലിൽ ഞങ്ങൾ രണ്ടല്ല ഒന്നാകുന്നുവെന്ന അവബോധം ഞങ്ങളിൽ സദാ വളർന്നു വരട്ടെ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മറ്റെല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി ഏകമനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങ് അനുവദിച്ചിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ആനന്ദങ്ങളും കുറ്റം കൂടാതെ അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ നിരന്തരം വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാക്കുകളാലോ പ്രവൃത്തികളാലോ പെരുമാറ്റത്താലോ ഉപേക്ഷയാലോ ഞങ്ങൾ ഒരിക്കലും പരസ്പരം വേദനിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ സൗഭാഗ്യത്തിനും ഉതകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഫലദായകമാക്കണമേ. ഞങ്ങൾ സത്യത്തിൽ ഒന്നാകുവാൻ വേണ്ടി യാതൊരു രഹസ്യവും മറച്ചുവെക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും മിത്രങ്ങളോടുമുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തോടും ധാരണയോടും കൂടെ വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് തിരുമനസ്സാകുന്ന സമയത്ത് നല്ല കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരായി ഭവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ.